ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും 1ാം ക്ലാസ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ 1ാം ദിവസത്തെ 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അഥവാ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡിയാണോ? പ്രവർത്തനം 1 ആടാം പാടാം വരക്കാം വായിക്കാം എന്ന പ്രവർത്തനമാണ്. ഇവിടെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കൂട്ടുകാരെ. ഇതെന്താണ് കൂട്ടുകാരെ? ഇതെന്താ വായിക്കുക? ആടാം, പിന്നെന്താണ് പാടാം, പിന്നെന്താ വരക്കാം. ഇത് തന്നിട്ടുള്ള എന്താണ്? വരയ്ക്കാം, പിന്നെന്താണ് വായിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കാനാണ് 1ാമത്തെ ചോദ്യത്തിലുള്ളത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉചിതമായ നിറമാണ് ഇവിടെ നൽകേണ്ടത്. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തേത് വായിക്കൂ നിറം നൽകൂ എന്നതാണ് 2ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇവിടെ ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതാണ് ചെറിയ നക്ഷത്രം? ഇതാണല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? നിങ്ങൾ ഇതിന് ഫുള്ള് ചുവപ്പ് നിറം കൊടുക്കണം. ഓക്കെ, ചുവപ്പ് നിറം നല്ല ഭംഗിയായിട്ട് പുറത്തൊന്നും പോവാതെ കൂട്ടുകാർ കൊടുക്കുക. ഓക്കെ, ടീച്ചർ കൊടുക്കുന്നുണ്ടില്ലേ? ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഈ 2 എണ്ണത്തിനും നിങ്ങൾ ചുവപ്പ് നിറം കൊടുക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് കൊടുക്കേണ്ടത്. ഇതിലേതാണ് കൂട്ടുകാരെ വലിയ നക്ഷത്രം എന്ന് പറയുന്നത്? ഇതാണ്. അപ്പോൾ ഇതിനെന്ത് കൊടുക്കണം? നീല നിറം കൊടുക്കണം. അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ ഭംഗിയായിട്ട് ഇതിനെ ടീച്ചർ കൊടുക്കുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് നീല നിറം കൊടുക്കുക. ഓക്കെ, നീല നിറം, നീല നിറം, നീല. കൂട്ടുകാർക്ക് നീല നിറം ഇഷ്ടമാണോ? ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ടീച്ചറുടെ പെന്ന് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ കൂട്ടുകാർ നല്ല ഭംഗിയായിട്ട് കൊടുക്കാം. ഇനി ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടീച്ചർ ഒരു നിറം കൊടുക്കാം. ഓക്കെ, ഈ നിറമാണ് ടീച്ചർ കൊടുക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് ചിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത്. ഇതിന് ഇഷ്ടമുള്ള ഒരു നിറം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇനി പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ? അതിൻ്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും കൊടുക്കാം. അപ്പം നടുവിൽ എന്ത് കൊടുക്കുക? ഇതിന് മഞ്ഞ നിറം കൊടുക്കുക. ഓക്കെ, മഞ്ഞ നിറം കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? ഇതളുകൾക്ക് പച്ച നിറം കൊടുക്കുക. അപ്പോൾ ഇതളുകൾ ഇതാണ്. ഇതിനൊക്കെ എന്ത് ചെയ്യുക? പച്ച നിറങ്ങൾ ഇങ്ങനെ ഓരോ ഇതളിനായിട്ട് കൊടുക്കുക. ഓരോ ഇതളിനും നോക്കി എന്ത് കൊടുക്കണം കൂട്ടുകാരെ? ഏത് നിറമാണ്? പച്ച നിറം അല്ലേ. ടീച്ചറുടെ പുറത്ത് പോകുന്നുണ്ടല്ലേ. കൂട്ടുകാർ നല്ല ഭംഗിയായി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനനുസരിച്ച് നിറം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ്? ഏത് നക്ഷത്രത്തിനാണ്? പൂവ് പോലുള്ള നക്ഷത്രമാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് പൂവ് നക്ഷത്രത്തിനാണ് എന്ത് കൊടുക്കേണ്ടത്? മഞ്ഞ നിറം നൽകേണ്ടത്. മഞ്ഞ നിറവും അതുപോലെ തന്നെ പച്ച നിറവും കൂടെ കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നോക്കാം. തരം തിരിക്കാം എന്നുള്ളതാണ്. ഇത് കരയിലൂടെ പോകുന്നത് ഏതൊക്കെയാണെന്ന് എഴുതണം. പിന്നെ എന്തൊക്കെയാണുള്ളത് കൂട്ടുകാരെ? കരയിലൂടെ പോകുന്നതുണ്ട്. അതുപോലെ തന്നെ പിന്നെ കടലിലൂടെ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? കടലിലൂടെ. ഓക്കെ, കടലിലൂടെ. പിന്നെയോ പിന്നെ പോകുന്നത് വായുവിലൂടെ പോകുന്നതുണ്ട്. വായുവിലൂടെ. ഇനി ഇത് ഓരോന്നും നമ്മൾ എഴുതുകയാണ് ഇവിടെ വേണ്ടത്. കരയിലൂടെ പോകുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ബസ്. പിന്നെയോ പിന്നെ ഏതൊക്കെയാണ് പോകുന്നത്? മണ്ണുമാന്തി യന്ത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇത് കൊടുക്കാം, മണ്ണുമാന്തി യന്ത്രം. പിന്നെയോ പിന്നെ സൈക്കിള്, ലോറി. ഇതൊക്കെയാണ് ഇവിടെ പോകുന്നത്. ലോറി, അതുപോലെ മണ്ണുമാന്തി യന്ത്രം, മണ്ണുമാന്തി. ഓക്കെ, ഇനിയോ ഇനി ഏതെങ്കിലും പോകുന്നുണ്ടോ കരയിലൂടെ? ഉണ്ടല്ലേ. ഏതാണ്? തീവണ്ടി. തീവണ്ടിയും കരയിലൂടെ പോകുന്നതാണ്. ഇനി കടലിലൂടെ പോകുന്നതോ? ഒന്ന് ബോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുക ബോട്ട്. ഇനി തോണി, അതുപോലെ തന്നെ എന്താണുള്ളത്?
കപ്പല്. ഇനി വായുവിലൂടെ പോകുന്നതോ റോക്കറ്റ്, ഹെലികോപ്റ്റർ, വിമാനം. ഓക്കെ, വിമാനം. അപ്പോൾ കഴിഞ്ഞില്ലേ? ഇത്രയുമാണ് ഇവിടെ ഉള്ളത്. എല്ലാത്തിൻ്റെയും പേര് നമ്മൾ എഴുതി. ഇനി ചക്രങ്ങളില്ലാത്ത ഒരു വാഹനത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചക്രം ഇല്ലാത്ത ഒരു വാഹനം ഏതാണ് കൂട്ടുകാരെ? നമുക്ക് എഴുതാം തോണി എന്ന് എഴുതാം അല്ലേ? തോണിക്ക് ചക്രമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളവിടെ തോണി എന്ന് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തതെന്ന് പറയുന്നത് കളിവണ്ടിയാണ്. ഇവിടെ തീവണ്ടി, ലോറി, വിമാനം, കാറ്, ഓട്ടോ, അതിൻ്റെ ഓരോന്നിൻ്റെയും ചാവിയുടെ മേലെഴുതിയ ഒരു നമ്പറാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ല, വിലയാണല്ലേ. വാഹനങ്ങളുടെ വില ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെറുത് ഏതാണ് കൂട്ടുകാരെ? ഏറ്റവും ചെറുതായിട്ടുള്ളത് ഏതാണ്? 16 ആണല്ലേ. അപ്പോൾ ആദ്യം വരുന്നത് ഓട്ടോ ആണ്. ഓട്ടോ. ഇനി ഓട്ടോ കഴിഞ്ഞാൽ 16-നേക്കാളും അടുത്ത നമ്പർ ഏതാണ് വരുന്നുള്ളത്? കാറാണല്ലേ. അപ്പോൾ അടുത്തത് കാറ് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്? ലോറി. ലോറി കഴിഞ്ഞാലോ? ലോറി കഴിഞ്ഞാൽ 41 കഴിഞ്ഞാൽ അടുത്ത വരുന്നത് തീവണ്ടിയാണ്. അപ്പോൾ അടുത്തത് തീവണ്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിമാനം. അപ്പോൾ ഇങ്ങനെയാണ് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതേണ്ടത്. വാഹനങ്ങളുടെ വിലയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വില എഴുതി കൊടുക്കാം. ആദ്യം വരുന്നത് 16, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 വരും, അത് കഴിഞ്ഞാൽ 41, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 55 വരും, അത് കഴിഞ്ഞാൽ 80 വരും. ഇനി തീവണ്ടി, കാറ് എന്നിവ വാങ്ങാൻ ആകെ എത്ര രൂപ വേണം? തീവണ്ടിയുടെ വില എത്രയാണ്? തീവണ്ടിക്ക് എത്ര രൂപയാണ്? 55 രൂപയാണ്. ഓക്കെ, 55. കാറിന് 30 രൂപ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക. 55 കൂട്ടണം 30 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 85 ആണ്. ഇനി ഏറ്റവും വില കൂടിയ കളിപ്പാട്ടം ഏതാണ്? ഇതിൽ ഏറ്റവും വില കൂടിയത് ഏതാണ്? വിമാനമാണ്. 80 രൂപയുടെ വിമാനം ആണ്. ഇനി 16 രൂപ വിലയുള്ള ഓട്ടോ വാങ്ങാൻ ഏതൊക്കെ നാണയങ്ങളും നോട്ടുകളും ഉപയോഗിക്കാം? ഏതൊക്കെ ഉപയോഗിക്കാം നമുക്ക്? 16 രൂപയാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 10ൻ്റെ ഒരെണ്ണം ഉപയോഗിക്കാം. 10ൻ്റെ ഒരു നോട്ട്. അതുപോലെ തന്നെ നാണയം, 1 രൂപ നാണയം എത്ര ഉപയോഗിക്കാം? 3 എണ്ണം ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 5. മുയൽ കണ്ട കാഴ്ചകൾ. ചിത്രം നോക്കി മുയൽ കണ്ട കാഴ്ചകൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുയൽ ഇവിടെ എന്തൊക്കെ കണ്ടിട്ടുണ്ടാകും കൂട്ടുകാരെ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും? 2 കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നത് കണ്ടു, ഒരാൾ മീൻ പിടിക്കുന്നതായിട്ട് കണ്ടു, തോണിയിൽ ഒരാൾ പോകുന്നതായിട്ട് കണ്ടു, വയലുകളും തെങ്ങുകളും മരങ്ങളും കണ്ടു, അതുപോലെ തന്നെ തീവണ്ടി പോകുന്നതായിട്ട് കണ്ടു, നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം, ചെറിയ ഒരു വീടും കൂടി ഇവിടെ കണ്ടു അല്ലേ. അപ്പോൾ ഇത്രയും കാഴ്ചകൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ചെറിയ ചെറിയ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് കൂട്ടുകാർക്ക്, എല്ലാവർക്കും A+ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.